ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ ഇതാണ് കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ടോപ്പ് ഓൺലി കാണിക്കുമ്പോൾ എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ടോപ്പാ ചോദിക്കാറ് കേട്ടോ. അപ്പൊ ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ കളേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നല്ല എന്താ പറയാ, വീഡിയോയിൽ ഇതിന്റെ ഭംഗി അത്രയും കിട്ടാറില്ല. അപ്പൊ നമ്മള് ഇത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതൊരു പീകോക്ക് ബ്ലൂ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. നല്ല അടിപൊളി കളറാണ്. ഇതിനകത്തോട്ട് ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് ഒരു റോയൽ ബ്ലൂയുടെ ഷെയ്ഡ് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ കണ്ടോ. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു സ്കാലപ്പ് വെച്ചിട്ടുള്ള ഒരു നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു വീനക്ക് വെച്ച് സ്കാലപ്പ് നെക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു സിൽക്കിന്റെ ഒരു കുർത്തി വെയർ ചെയ്യണ പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ് വെച്ചേക്കുന്നത്. എ ലൈൻ ആണ്, ലെങ്ത് 48 ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ സെയിം ടോൺ വരുന്ന ആംഗിൾ ലെങ്ത് നമ്മളെ ബോട്ടവും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബോട്ടം വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് ആണെങ്കിൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ ടോപ്പ് ഓൺലി ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. അടിപൊളിയായിട്ട് ഭയങ്കര എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും ഭയങ്കര ഒതുങ്ങിയിരിക്കണം, നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇതിനകത്ത് ദുപ്പട്ട പെയർ ചെയ്തേക്കണം ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഇതിന്റെ നമ്മൾ കളേഴ്സ് ചെയ്തായിരുന്നു. ഇതുപോലെ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ടോപ്പ് ചെയ്തായിരുന്നു. 3-4 കളേഴ്സ് ചെയ്തായിരുന്നു. അത് ഒത്തിരി പേർക്കുടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു പാറ്റേൺ ആയിരുന്നു. അതും പീകോക്ക് ബ്ലൂ. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുപ്പട്ട വേണം എന്നുള്ളവർ പറയാ. പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇത് എന്താ പറയാ, ഇത് നമ്മൾ ഒരു മെറ്റീരിയൽ ഇവിടെ ഇരിക്കുന്ന റെഡിമെയ്ഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അതൊരു റേറ്റ് ഇട്ട് കൊടുക്കുന്നതല്ല. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ വെറുതെ ഒരു ഇരിക്കുന്ന മെറ്റീരിയൽ കട്ട് ചെയ്ത് വെറുതെ സെൻഡ് ചെയ്യുന്നതല്ല. ഇതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ എഫേർട്സ് ഉണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് കട്ട് ചെയ്യുന്നതും അത് സ്റ്റിച്ച് ചെയ്യുന്നതും അതിന്റെ ഹെമ്മിങ് പ്രോസസ്സും അയണിങ് പ്രോസസ്സും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു കുർത്തി റെഡി ആയിട്ട് വരുന്നത്. സോ ഒരു മെറ്റീരിയലിന്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് സിംപ്ലി നമ്മളെ അല്ല ഇതാക്കരുത്. അത് പലർക്കും പല റേറ്റ് ആണ്. നിങ്ങൾ ഫുള്ളി കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ പ്ലീസ്. ഓക്കെ, അപ്പം ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ദുപ്പട്ട ഇതേപോലെ പെയർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഡെസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ദുപ്പട്ട ഇല്ലാതെ സിമ്പിൾ ആയിട്ടൊരു ഫ്രോക്ക് പോലെ വേറെ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ട്. ഞാൻ പറയാം, അതിനകത്ത് ആ ഷെയ്ഡ് എക്സാക്ട് കിട്ടിയിട്ടില്ല. റോയൽ ബ്ലൂ വരുന്നുണ്ട്, പീകോക്ക് ബ്ലൂ വരുന്നുണ്ട്. അത്രയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഗ്രീനിന്റെ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അടിപൊളിയാണ് ഇതേപോലെ. അപ്പൊ നെക്ക് ഇതേപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. സ്ലിറ്റ് ചെയ്യണമെങ്കിലോ എയർലൈൻ വിത്ത് പ്ലീറ്റ്സ് ചെയ്യണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ ഡേറ്റ് നമുക്ക് വേണം. പിന്നെ ഞാൻ ഇതിന് പേഴ്സണലി ആയിട്ട് ചെയ്തൊരു ദുപ്പട്ടയുണ്ട്. അത് പേഴ്സണലി ചെയ്തതാണ്. അപ്പൊ അത് ട്രൈ കളറിൽ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷെ സിംഗിൾ കളറിലോട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് സ്കാലപ്പ് ചെയ്യാം. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതേപോലെ ഉണ്ടാവും ആ ദുപ്പട്ട. ഇത് ട്രൈ കളറിലാണ് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഇത് പേഴ്സണലി എനിക്ക് വേണ്ടി ചെയ്തപ്പം ഇതിനകത്തോട്ട് സ്കാലപ്പ് ചെയ്യിപ്പിച്ചതാണ്. എനിക്കിത് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ വരുന്നത്. ശരിക്കും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു വർക്ക് സിമ്പിൾ ഹാൻഡ് വർക്കോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് ലുക്കാണ്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതിനകത്തോട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ 3 കളേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ച ഈ സെയിം പ്ലെയിൻ മെറ്റീരിയലിലോട്ട് സ്കാലപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഹാൻഡ് വർക്ക് ഇതിപ്പം ഈ കണ്ടോ, ഇതിനകത്ത് എല്ലാ കളേഴ്സും വരുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ കളറിന്റെ ആവശ്യമില്ല. ട്രൈ കളർ ഈ സിംഗിൾ കളർ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ലെങ്ത് 48 ആണ്. അപ്പൊ ഏത് ദുപ്പട്ട വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.